നെക്സ്റ്റ് ആണ് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. അപ്പോൾ മണി ആൻഡ് ബാങ്കിങ്ങിൽ മണി എന്താണെന്ന് നോക്കാം. മണി എന്താ? പണം, ക്യാഷ്. ക്യാഷ് എന്തിനാണ്? നമ്മൾക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനും ഉപയോഗിക്കാനും എന്താണ് അടിസ്ഥാനപരമായി ഉപയോഗിക്കുന്നത്? എന്താണ്? പണമാണ്. അപ്പോൾ ഒരു ഡെഫിനേഷൻ നമുക്ക് ഒന്നുണ്ട്, അതെന്തോന്ന് നോക്കാം. ഒരു വിനിമയ മാധ്യമമായി പൊതുവേക്ക് സ്വീകരിക്കപ്പെടുകയും അതോടൊപ്പം മൂല്യം അളക്കുന്നതിനുമുള്ള മാനദണ്ഡമായും മൂല്യശേഖരണത്തിനുള്ള മാധ്യമമായി പ്രവർത്തിക്കുന്നത് ഏത് വസ്തുവും എന്താണ്? പണമാണ്. അതായത് നമ്മുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഉണ്ടാവും അല്ലേ? ഈ ലിക്വിഡ് ക്യാഷ് വെച്ചിട്ട് നമുക്ക് എന്താ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ വാങ്ങാൻ പറ്റും. നമ്മൾക്ക് എന്താണ് സ്റ്റോർ ചെയ്യാം, വേണമെങ്കിൽ നമ്മുടെ ക്യാഷ് എന്തായാലും നമുക്ക് സേവിങ് ചെയ്യാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എല്ലാ രീതിയിലും എന്താ ബേസിക് എന്താണ്? ക്യാഷാണ്. അത് ലിക്വിഡ് ആയിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ എന്താണ് അക്കൗണ്ട് ത്രൂ നമ്മുടെ കയ്യിൽ ഫോൺ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യാം, സ്കാൻ ചെയ്യാം, ചെക്ക് ഉപയോഗിക്കാം. അങ്ങനെ പല രീതിയിൽ എന്താണ് നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ത്? പണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പണം വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ക്യാഷ് വരുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന എന്താണ്? ഒരു ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലേ? നമുക്ക് അതെന്താ? സാധനങ്ങൾ കൊടുത്തിട്ട് എന്താണ് സാധനങ്ങൾ വാങ്ങുക. ഇപ്പം അരി കൊടുത്തിട്ട് എന്ത് വാങ്ങും? പച്ചക്കറി വാങ്ങിയിരിക്കും. കാരണം ഇപ്പം എൻ്റെ വീട്ടിൽ പച്ചക്കറി മാത്രമേ ഉള്ളൂ, നമുക്ക് അരി കിട്ടാൻ മാറില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്തെ വീട്ടിൽ അരിയുള്ള വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും? പച്ചക്കറി കൊടുത്തിട്ട് അരി വാങ്ങിക്കും അല്ലേ? അങ്ങനെയായിരുന്നു എന്ത്? പ്രാചീന കാലം മുതൽ ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു? ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് പരിമിതികൾ. എന്താണ് അതിൻ്റെ പരിമിതികൾ? നമുക്ക് അതിൻ്റെ വാല്യൂ കണക്കാക്കാൻ പറ്റില്ല. വാല്യൂ കണക്കാക്കാൻ പറ്റില്ല. ഇപ്പം എന്താ? ഇപ്പം എൻ്റെ കയ്യിൽ ചെറിയൊരു സാധനമായിരിക്കും, പക്ഷെ നമ്മൾ വാങ്ങിക്കുന്നത് വലിയൊരു എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ഉള്ള എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ എന്താ? അവർക്ക് നഷ്ടമായിരിക്കും. കാരണം അവരുടെ കയ്യിലുള്ള ഒരു എമൗണ്ട്, ഇപ്പോൾ ഒരു ചാക്ക് ഇപ്പോൾ ഒരു കോഴീന് വേണം. ഒരു കോഴിക്ക് വേണ്ടി ചിലപ്പോൾ ഒരാൾ കൊടുക്കുന്നത് എന്തായിരിക്കും? ഒരു വാഴക്കൊലയായിരിക്കും. ചിലപ്പോൾ എന്താ വാഴക്കോലിനേക്കാളും ഏകദേശം രണ്ടും ഒരുപോലെയാണല്ലേ. നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. വസ്ത്രം. അപ്പോൾ ഈ വസ്ത്രവും എന്താണ്? പച്ചക്കറിയും നോക്കാം. അപ്പോൾ എന്താ? പച്ചക്കറിക്ക് വളരെ മൂല്യം, കാരണം ആ സമയത്തൊക്കെ പച്ചക്കറി ആയിരിക്കും എന്താ ലാവിഷായിട്ടുണ്ടായിട്ടുണ്ടാവുക. വസ്ത്രങ്ങൾ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ പച്ചക്കറി കൊടുത്തിട്ട് വസ്ത്രം വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ എന്താണ്? അതിൻ്റെ വാല്യൂ ഒത്തുപോകില്ല. ഈ അളവിൻ്റെയും ശേഖരണം ഒരുപാട് എന്താണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിലുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്ത്? ഓരോ വസ്തുവിനും മൂല്യം കണക്കാക്കപ്പെട്ട് എന്ത് വന്നത്? നമുക്ക് ക്യാഷ് വന്നത്. അപ്പോൾ നമുക്ക് ഈ മണി സപ്ലൈ എന്നൊട്ടേ മറിഞ്ഞിരിക്കണം. മണി സപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ ഇക്കണോമിയിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മണിയാണ് എന്ത്? മണി സപ്ലൈ എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റോക്ക് കോൺസെപ്റ്റാണ്. കാരണം എന്താ? ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമേ എന്താണ് നമ്മുടെ കയ്യിൽ വരുള്ളൂ. നമ്മുടെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ടൈം ഓഫ് പീരീഡിൽ ചിലപ്പോൾ അത് നമ്മുടെ ക്യാഷ് ഉണ്ടാവുള്ളൂ. അതായത് സർക്കുലേറ്റ് ചെയ്യുന്ന ലിക്വിഡ് ക്യാഷ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ 500 ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി 500 രൂപ സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡിൽ മാത്രമേ എന്താണ് നമ്മുടെ കയ്യിൽ ആ ക്യാഷ് ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് മണിയുടെ കുറച്ച് കമ്പോണൻസ് പഠിക്കാനുണ്ട്. കമ്പോണൻസ് ഓഫ് മണി സപ്ലൈ പഠിക്കാനുണ്ട്. അതെന്താണെന്ന് നോക്കാം. അത് 1927 RBI ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ത്? കമ്പോണൻസ് ഓഫ് മണി സപ്ലൈ. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ മണി സപ്ലൈയും ഈ ക്യാഷും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതും അത് അച്ചടിക്കുന്നത് ആരാണ്? RBI ആണ് അല്ലേ? RBI ആണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതും. പിന്നെ നമ്മുടെ ഇത് ക്യാഷ് അച്ചടിക്കുന്ന ആരാണ്? RBI ആണ്. തോന്നിയ പോലെയാണോ ക്യാഷ് അച്ചടിക്കുന്നതല്ല. ഗോൾഡ് റിസർവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത്? നമ്മുടെ കയ്യിൽ എത്ര ഗോൾഡ് റിസർവ് ഉണ്ടെന്ന അടിസ്ഥാനത്തിലാണ് എന്ത്? പണം അച്ചടിച്ച് വരുന്നത്. എല്ലാതും RBI തന്നെയാണോ അച്ചടിക്കുന്നത്? എല്ലാതും RBI അല്ല. ഓക്കെ, 1 രൂപയുടെ കോയിന് RBI അല്ല. 1 രൂപയുടെ കോയിൻ ഒഴിച്ച് ബാക്കിയെല്ലാം അച്ചടിക്കുന്നത് RBI ആണ്. 1 രൂപയുടെ കോയിൻ ഇഷ്യൂ ചെയ്യുന്നത് ആരാ? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് എന്ത്? 1 രൂപ കോയിൻ അച്ചടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പോണൻസ് ഓഫ് മണി സപ്ലൈ എന്താണെന്ന് നോക്കാം. കമ്പോണൻസ് ഓഫ് മണി സപ്ലൈ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ കമ്പോണൻസ് ഓഫ് മണി സപ്ലൈയിൽ എന്താണ്? അളവുകൾ അല്ലേ? മണി സപ്ലൈയുടെ അളവുകൾ. ഫസ്റ്റ് വരുന്ന കമ്പോണൻ്റ് ആണ് M1 എന്ന് പറയുന്നത്. M1 എന്ന് പറയുന്നത് കറന്റ് വിത്ത് പബ്ലിക്, അതായത് ലിക്വിഡ് ക്യാഷ് ആയിരിക്കും. ക്യാഷ് ഇൻ ഹാൻഡ്, കയ്യിലുള്ള, അതായത് ജനങ്ങളുടെ കയ്യിലുള്ള ലിക്വിഡ് ക്യാഷ്. കറന്റ് വിത്ത് പബ്ലിക് പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് പ്ലസ് other deposit with RBI എന്നാണ് M1 എന്ന് പറയുന്നത്. M2 M1 എന്ന് പറയുന്നത് എന്താണ്?
പോസ്റ്റ് ഓഫീസ് സേവിങ്സ്. M3 എന്ന് പറയുന്നത് എന്താണ്? M1 പ്ലസ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്. M4 എന്ന് പറയുന്നത് M3 ഏതാണ്? M3 എന്ന് പറയുന്നത് M1 പ്ലസ് ടൈം ഡെപ്പോസിറ്റ്. അപ്പോൾ എന്താ M3 എന്ന് പറയുന്നത്? കറന്റ് വിത്ത് പബ്ലിക് പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് പ്ലസ് ഓർഡർ ഡെപ്പോസിറ്റ് വിത്ത് RBI പ്ലസ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് പ്ലസ് ഓൾ ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ്. അപ്പോൾ ഈ ടൈം ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്സ് എന്ന് പറയുന്നത് ഫിക്സഡ് ടൈമിലായിരിക്കും വരുന്നത്. ഫിക്സഡ് ടൈമിൽ ഒരു 5-8 വർഷത്തേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ലേ, അതിനെ കുറിച്ച് പറയുന്നത്. ഇതാണ് എന്ത് വരുന്നത്? M3 വരുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിൽ നാരോ മണി എന്ന് പറയുന്നത്, നാരോ മണി എന്ന് വെച്ചാൽ ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന മണി, അതാണ് നാരോ മണി എന്ന് പറയുന്നത്. അത് M1 ഉം M2 ആണ്. ഇതാണ് നാരോ മണിയിൽ വരുന്നത്. ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് ഇതാണ് M1 ഉം M2 ഉം. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് നാരോ മണി എന്ന് പറയുന്നത് എന്താണ്? M1 M2. അപ്പോൾ ചോദിക്കാം M1 M1 ഉം M2 എന്താണെന്ന് ചോദിക്കാം. അടുത്തത് M1 എന്ന് പറയുന്നതാണ് മോസ്റ്റ് ലിക്വിഡ്. പെട്ടെന്ന്, അതായത് ഈസി ആയിട്ട് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മണിയാണ് എന്ത്? M1 എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? M4 എന്ന് പറയുന്നത് ലീസ്റ്റ് ലിക്വിഡ് ആണ്. M4 എന്ന് പറയുന്നത് ലീസ്റ്റ് ലിക്വിഡ് ആണ്. പെട്ടെന്ന് എന്താണ്? ലിക്വിഡ് ആക്കാൻ പറ്റാത്ത മണിയാണ് ഇത് M4 എന്ന് പറയുന്നത്. അതല്ലാതെ M3 ഒക്കെ എന്താണ്? ഫിക്സഡ് ടൈമിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണിയൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്താണ്? അത് ലിക്വിഡ് ക്യാഷ് ആക്കാൻ പറ്റില്ല. M3 is the aggregate money resources of the country. M3 എന്ന് പറയുന്നത് എന്താണ്? aggregate money resources of the country എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ഓഫ് മണി സപ്ലൈ ആണ്. അതായത് മണി സപ്ലൈ അളക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. അപ്പോൾ M1 എന്താണ്? M3 എന്താണ്? M4 എന്താണെന്ന് അറിയിക്കണം. ഇത് മോസ്റ്റ് ലിക്വിഡ് ആണ്, ഇത് ലീസ്റ്റ് ലിക്വിഡ് ആണ്. ഇത് എന്താണ്? aggregate money resources of country എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ബ്രോഡ് മണി ഏതാ? ബ്രോഡ് മണി എന്ന് പറയുന്നത് M3 ഉം M4 ആണ്. എന്ത്? ബ്രോഡ് മണി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഡിറ്റർമിനൻസ് ഓഫ് മണി സപ്ലൈ. അതായത് നമ്മുടെ മണി സപ്ലൈനെ ഡിറ്റർമിൻ ചെയ്യുന്നത് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതായത് നമ്മുടെ ബാങ്കിൽ മെയിനായിട്ടും ഇത്ര ക്യാഷ് റിസർവ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഒരു ആളുകൾ എത്രത്തോളം ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഇത് കൂടിയിട്ടൊക്കെ ഉണ്ട് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ഡിറ്റർമിനൻ്റ് ഓഫ് മണി സപ്ലൈ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇതിൽ എന്താണ്? ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. ഹൈ പവേർഡ് മണി എന്താ? ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്, ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത് നമ്മുടെ ധനകാര്യ വ്യവസ്ഥയിൽ മൊത്തത്തിലുള്ള എന്താ ബാങ്ക് റിസർവ്സും അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ കയ്യിലുള്ള നോട്ട്സിൻ്റെയും കോയിൻസിൻ്റെയും ഒക്കെ ആകെ തുകയാണ് എന്ത്? ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കുറച്ചും കൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു മൊത്തത്തിലുള്ളൊരു കേന്ദ്ര ധനകാര്യ സ്ഥാപനത്തിൻ്റെ മൊത്തം ബാധ്യതയെ ഹൈ പവേർഡ് മണിയെന്നും നമുക്കതിനെ ക്യാഷ് റിസർവ് എന്നൊക്കെ വിളിക്കാൻ പറ്റും. അതിനെയും പിന്നെ നമ്മുടെ ക്യാഷ്, അതായത് ക്യാഷിൻ്റെ ഒഴുക്കില്ലേ, അതായത് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. മൊത്തം സമ്പദ് വ്യവസ്ഥയിലുള്ള പണത്തിൻ്റെ ഒഴുക്കിനെയും എന്താണ്? ഇതെല്ലാം ചേർന്നിട്ടാണ് എന്ത്? ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യങ്ങളുണ്ട്, ക്രെഡിറ്റ് ക്രിയേഷൻ കൂടി എന്ന് പറയാം. ക്രെഡിറ്റ് ക്രിയേഷനും പഠിക്കാനുണ്ട്. എന്താ ക്രെഡിറ്റ് ക്രിയേഷൻ? ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ബാങ്കിൽ ഇപ്പോൾ എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഒരു 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ആ 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തതിനെ 10% എന്താണ്? ബാങ്ക് റിസർവ് ചെയ്ത് വെക്കും. ബാങ്കിൽ 10% റിസർവ് ചെയ്തിട്ട് ബാക്കിയുള്ള കാശ് എന്താണ്? വേറെ ആരെങ്കിലും എന്താണ്? വായ്പ കൊടുക്കും. അതായത് അതിനെയാണ് എന്ത്? ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാനാണെങ്കിൽ ഇങ്ങനെയാണ്. അതായത് ഞാനിപ്പോൾ ഒരു 1000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ അതിൽ നിന്നിട്ട് ഒരു 10% ബാങ്ക് റിസർവ് ചെയ്ത് വെക്കുകയാണ്. 10% മാത്രം എന്ത്? ബാങ്ക് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ ബാങ്കിൻ്റെ കയ്യിൽ വെക്കുകയാണ്.
ബാക്കിയുള്ള കാശ് എന്ത് ചെയ്യും, ബാങ്ക് വേറെ ആരെങ്കിലും വായ്പ കൊടുക്കും, അല്ലെങ്കിൽ വേറെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതിനെയാണ് എന്ത്, ആ വെക്കുന്നതിനെയാണ് എന്ത്, ബാങ്ക് റിസർവ് ചെയ്യുന്നതിനെയാണ് എന്ത്, ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താ പറഞ്ഞത്, നമ്മൾ അപ്പോൾ 10% റിസർവ് വെച്ചിട്ട് ബാക്കി എന്താണ്, വേറൊരാൾക്ക് വായ്പ കൊടുക്കുകയാണ്. അപ്പോൾ വായ്പ കൊടുക്കുന്നതിൽ നിന്ന് എന്താണ്, നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. അതല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്, അതിൽ നിന്ന് ഏണിങ്സ് ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോസസ്സിനെ എന്താണ് നമുക്ക് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ആ റിസർവ് ചെയ്തത് അല്ലാതെ ഉപയോഗിക്കുന്ന, ഇപ്പം 1000 രൂപ ഞാൻ ബാങ്കിലിട്ടു, 10%, 10% ബാങ്ക് അത് ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ റിസർവ് ആയി വെച്ചു. ബാക്കിയുള്ള ക്യാഷ് എന്ത് ചെയ്തു, ബാങ്ക് അതെടുത്ത് മറ്റൊരു പണമിടപാടിലേക്ക് കൊടുത്തു അല്ലെങ്കിൽ വായ്പ കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോസസ്സ്, പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, അതിനൊക്കെ ആ ഒരു പ്രോസസ്സിനെ എന്താണ്, അതിനെയാണ് കേട്ടോ ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെൻട്രൽ ബാങ്കിനെ കുറിച്ച് നോക്കാം. അപ്പോൾ സെൻട്രൽ ബാങ്ക് എന്താണ്, ബാങ്കുകളുടെ ബാങ്കാണ് എന്ത്, സെൻട്രൽ ബാങ്ക്. 1935 ഏപ്രിൽ 1-നാണ് എന്ത്, നമ്മുടെ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് എന്ത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI 1935 ഏപ്രിൽ 1-നാണ് എന്ത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ എന്ത് കമ്മീഷൻ്റെ ബേസിലാണ് വന്നത്, റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ഫിനാൻസ്, ഓൾസോ നോൺ ആസ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. അപ്പോൾ എന്താണ്, RBI സെറ്റപ്പ് ചെയ്തത് എന്ത് കമ്മീഷൻ്റെ ബേസിലാണ്, റോയൽ കമ്മീഷൻ. അപ്പോൾ ഇങ്ങനെ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, മുംബൈയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, ഇനി എന്താണ് അതിൽ പറയാനുള്ളത്, അത് വർക്കിംഗ് ആയത് RBI 1949 ജനുവരി 1-നാണ് എന്ത്, വർക്കിംഗ് ആയി തുടങ്ങിയത്. ഞാൻ ഫങ്ഷൻസ് ഉണ്ട്, ഗവൺമെൻറ് ഡെഫിസിറ്റ് ഒക്കെ മാനേജ് ചെയ്യുന്ന ആരാണ്, RBI ആണ്. ബാങ്ക് ഓഫ് ഇഷ്യൂയിങ് നോട്ട്സ് ആണ്, ബാങ്കേഴ്സ് ഓഫ് ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ് ബാങ്കുകളുടെ ബാങ്കും എന്താണ്, RBI. ചിലപ്പോൾ ചോദിക്കാം ബാങ്കുകളുടെ ബാങ്ക് ആരാണെന്ന് ചോദിക്കാം, എന്താണ്, RBI ആണ്. ലെൻഡേഴ്സ് ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്, അതായത് അവസാനത്താണെയാണ് എന്ത്, RBI. പിന്നെ എന്താണ്, നമ്മുടെ അപ്പെക്സ് ബാങ്ക് എന്നും RBI അറിയപ്പെടുന്നുണ്ട്, അപ്പെക്സ് ബാങ്ക്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ടൂളുകൾ പഠിക്കാനുണ്ട്. ഈ മോണിറ്ററി പോളിസി അണ്ടറിൽ വരുന്ന കുറച്ച് ടൂളുകൾ പഠിക്കാനുണ്ട്. ഫസ്റ്റാണ് ക്വാണ്ടിറ്റേറ്റീവ് മോണിറ്ററി പോളിസി ടൂൾസ്. അതെന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് മോണിറ്ററി പോളിസി ടൂൾസിൽ ഫസ്റ്റ് വരുന്നതാണ് ക്യാഷ് റിസർവ് റേഷ്യോ. എന്താ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്, ടോട്ടൽ ഡിമാൻഡിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആയിട്ട് ക്യാഷ് റിസർവ് ആയിട്ട് RBI വെക്കണം. അതാണ് എന്ത്, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ഡിമാൻഡിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എന്ത്, RBI ക്യാഷ് റിസർവ് ചെയ്ത് വെക്കണം. അതാണ് എന്ത്, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊന്നാണ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത്. അതിലെന്താ പറയണേ, ലിക്വിഡ് അസറ്റിൽ ലിക്വിഡ് ക്യാഷും ഗോൾഡും പിന്നെ അതർ സെക്യൂരിറ്റീസും ഒക്കെ വരുന്നുണ്ട്. അതെന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവരിൽ ഡെയിലി ഇത്ര പെർസെൻറ്റേജ് അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റിൽ ലിക്വിഡ് അസറ്റ്സ് ആയിട്ട് ഇത്രയും ഹോൾഡ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞ SLR എന്ന് പറയുന്നത്. പിന്നെ ബാങ്ക് റേറ്റ് വരുന്നുണ്ട്. ബാങ്ക് റേറ്റ് എന്താ, RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്ന ലോണിന് കൊടുക്കുന്ന റേറ്റ് ആണ് ഇത് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ റിപ്പോ റേറ്റ് എന്നുണ്ട്. റിപ്പോ റേറ്റ് എന്താണ്, ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്ത്, റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ ഉണ്ട്. RBI കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്നിട്ട്
ക്യാഷ് വാങ്ങിക്കുകയാണ്, ബോറോ ചെയ്യാണ്, അല്ലെങ്കിൽ കടം വാങ്ങിക്കുകയാണ്. അത് ചെയ്യുമ്പോൾ അതിന് വെക്കുന്ന റേറ്റാണ്, അതിന് ഇൻട്രസ്റ്റ് വെക്കുന്ന റേറ്റാണ് എന്ത്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്താണെന്ന് നോക്കാം. അതായത് മണി സപ്ലൈ, സെക്യൂരിറ്റീസിൻ്റെ സെയിൽ ആൻഡ് പർച്ചേസ് ആണ് എന്ത്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞത് ക്വാണ്ടിറ്റേറ്റീവ് മോണിറ്ററി ടൂൾസിനെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത എന്താണ്, ക്വാളിറ്റേറ്റീവ് മോണിറ്ററി ടൂൾസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റത്താണ് മാർജിൻ റിക്വയർമെൻറ്റ്. അപ്പോൾ എന്താണ് മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് നോക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു സെക്യൂരിറ്റിയുടെ കറൻറ്റ് വാല്യൂ ലോണ് കൊടുക്കുമ്പോഴുള്ള വാല്യൂ തമ്മിലുള്ള ഡിഫറൻറ്റ് ആണ് എന്ത്, മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് റേഷനിങ് ഓഫ് ക്രെഡിറ്റ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഫിക്സേഷൻ ഓഫ് ക്രെഡിറ്റ് കോട്ടാസ് ഫോർ ഡിഫറെൻറ്റ് ബിസിനസ് ആക്ടിവിറ്റീസ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസിന് എന്താണ്, ഇത്ര ലിമിറ്റ് വെക്കുന്നതിനെയാണ് എന്ത്, റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ് ആക്ടിവിറ്റീസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസിന് ക്രെഡിറ്റ് കോട്ടാസ് ഫിക്സ് ചെയ്യുന്നതാണ് എന്ത്, റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. വാണിജ്യ ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, എല്ലാവർക്കും അറിയാം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ലേ. എന്താ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്, പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നിട്ട് എന്താണ് പണം നിക്ഷേപത്തിൻ്റെ രൂപത്തിൽ സ്വീകരിക്കുന്നുണ്ട് അല്ലേ. അവർ നമ്മൾ ചിലപ്പോൾ പണം ഡെപ്പോസിറ്റ് ചെയ്യും. ചിലപ്പോൾ ഒരു ഫിക്സഡ് ടൈമിലേക്ക് ഒരു 4-5 വർഷത്തേക്ക് ചിലപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യും. അതല്ലെങ്കിൽ കറൻറ്റായിട്ട് ചിലപ്പോൾ നമുക്ക് സാലറി കിട്ടി, നമുക്കൊരു 5,000 രൂപ കിട്ടും, ചിലപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ കുറച്ച് അതിനെടുത്ത് പോകും അല്ലേ. കറൻറ്റ് സേവിങ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇടുന്നുണ്ട്, നമ്മളുടെ കയ്യിൽ നിന്ന് പണം നിക്ഷേപ രൂപത്തിൽ ബാങ്ക് സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് വായ്പകളുണ്ട് അല്ലേ. ഇൻഡിവിജ്വൽസിന് ഒരുപാട് വായ്പകൾ നൽകാനായിട്ട് ആര് തയ്യാറാകുന്നുണ്ട്, ബാങ്ക് തയ്യാറാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്, ധനകാര്യ സ്ഥാപനമാണ് ഇത് വാണിജ്യ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ തരംതിരിക്കുകയാണെങ്കിൽ എന്താ, പബ്ലിക് സെക്ടർ ബാങ്ക് ഉണ്ട്. ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് ഏതാ, RBI. എന്താ, ഗവൺമെൻറ്റിൻ്റെ അല്ലേ, ഗവൺമെൻറ്റ്സ് ബാങ്കാണ് RBI എന്ന് പറയുന്നത്. പിന്നെ എന്താ, പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, HDFC, ICICI എന്നൊക്കെ പറയുന്നത് എന്താണ്, പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. പിന്നെന്താ, ഫോറിൻ ബാങ്ക്സ് ഉണ്ട്. അതായത് മറ്റൊരു രാജ്യത്തിൻ്റെ ബാങ്ക് നമ്മുടെ നാട്ടിൽ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതെന്താണത്, ഫോറിൻ ബാങ്ക്സ് ആണ്. സിറ്റി ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോറിൻ ബാങ്കാണ്. അതുപോലെ എന്താണ്, ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഉണ്ട്. പിന്നെന്താ, നബാർഡ് ഉണ്ട് അല്ലേ. ഇതൊക്കെ എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്കിൽ വരുന്നതാണ്. ഓക്കെ.